നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് വീഡിയോയിൽ പറയുന്ന വിഷയം മീനക്കൂറിന്റെ വിഷയമാണ്. മീനക്കൂർ 1202 മലയാള പുതുവർഷ സമ്പൂർണ്ണ രാശിക്കൂർ ഫലമാണ് ഞാൻ പറയുന്നത്. അത് മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതി, കാലി, ഉത്രട്ടാതി, രേവതി. ഇതാണ് മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. ഇവർക്ക്, ഈ രാശിക്കാർക്ക് വേഴവും ശനിയും രാഹുവും ഒക്കെ ഏതെല്ലാം സ്ഥാനങ്ങളിലാണ് നിൽക്കുന്നത് എന്ന് നോക്കാം. എന്നിട്ടാണ് അതിന്റെ ഫലം നമ്മൾ പറയുന്നത്. വേഴം 5ഉം 6ഉം ഭാവങ്ങളിലും, ശനി ലഗ്നത്തിലും 2ലും നിൽക്കുന്ന സമയവും, രാഹു 12ലും 11ഉം ഭാവങ്ങളിൽ നിൽക്കുന്ന സമയവുമാണ്. ഇങ്ങനെയാണ് ഇവരുടെ ഈ ഗ്രഹങ്ങളുടെ സഞ്ചാര സമയം. സമൂഹത്തിൽ ഉന്നതമായ പദവികൾ ഇവർക്ക് ഇതുമൂലം കിട്ടാൻ സാധ്യതയുണ്ട്. ഈ മലയാള പുതുവർഷത്തില് ഉന്നതമായ പുതുവർഷത്തില് ഉന്നതമായ പദവികൾ പലതും ഇവരെ തേടി വരുന്ന ഒരു കാലഘട്ടമാണ്. ജീവിതം സന്തോഷപ്രദമാവുന്ന അവസരങ്ങൾ ഇവർക്കുണ്ടാകും. സ്ഥാനചലനങ്ങളും ജോലി മാറ്റങ്ങളും ഉണ്ടാകാം. എന്നാൽ ഇവരെ സംബന്ധിച്ച് സ്ഥാനചലനങ്ങൾ ഉണ്ടാകാം, ജോലി മാറ്റങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അനാരോഗ്യമായ അവസ്ഥയും ഉണ്ടാകാം. ആരോഗ്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ അവിടെ അനാരോഗ്യമായ ചില കാര്യങ്ങൾ വന്നു ചേരുകയും ചെയ്യും. ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഇവരെ സംബന്ധിച്ച് ഇവർ ചെയ്യുന്ന കാര്യങ്ങളിൽ ചെലവുകൾ വർദ്ധിക്കും എന്നാണ് ഈ വർഷം നമുക്ക് അനുമാനിക്കാൻ പറ്റുന്നത്. ചില കാര്യങ്ങളിൽ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ചില കാര്യങ്ങളിൽ അവർക്ക് സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകും. പൊതുവെ ധനപരമായി നേട്ടങ്ങളും ഇവർക്കുണ്ടാവുന്നൊരു വർഷമാണ്. എന്നാൽ പൊതുവെ നോക്കിയാൽ ധനപരമായ ഒരു ഉയർച്ച ഇവർക്ക് ഉണ്ടാകുന്നൊരു സമയമാണ്. ഭാര്യയുടെ ആരോഗ്യ പ്രശ്നങ്ങളിൽ ഇവർ ശ്രദ്ധിക്കേണ്ട സമയമാണ്. അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടുണ്ടാകും. ഭാര്യക്ക് അസുഖങ്ങളോ അല്ലെങ്കിൽ അവർക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ടതാണ്. ശത്രുക്കൾ വഴി പല കാര്യതടസ്സങ്ങളും ഇവർക്ക് ഈ സമയത്ത് ഉണ്ടാവുന്നതാണ്. ശത്രുക്കൾ വഴിയെ കാര്യതടസ്സങ്ങൾ ഉണ്ടാകാം. പിന്നെ വാക്ക് തർക്കങ്ങളിൽ ചെന്ന് ഏർപ്പെടാനായിട്ട് അവസരങ്ങൾ വരുന്നതാണ്. വാക്ക് തർക്കങ്ങളിൽ ചെന്ന് ഇടപെടും. മനക്ലേശങ്ങൾ ഉണ്ടാകുന്ന സമയങ്ങളും ഈ വർഷം ഇവർക്ക് ഉണ്ടാകുന്നതാണ്. മനക്ലേശങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ പ്രവൃത്തി സംബന്ധമായ കാര്യങ്ങളിൽ വിജയങ്ങളും, ചില മാസങ്ങളിൽ ഇവർക്ക് പ്രവൃത്തി തടസ്സങ്ങളും ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. ഗ്രഹനിർമ്മാണം തുടങ്ങി വെക്കാൻ സാധിക്കും. ഗ്രഹനിർമ്മാണം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് തുടങ്ങി വെക്കാനായിട്ട് സാധിക്കും. താമസിക്കുന്ന സ്ഥലത്ത് മോടി പിടിപ്പിക്കുന്ന പ്രവർത്തികൾ ഇവർ ചെയ്യും. ഇവർ എവിടെയാണോ താമസിക്കുന്നത് ആ താമസിക്കുന്ന സ്ഥലം ഒന്ന് മോടി പിടിപ്പിക്കാനായിട്ട് ഇവര് ശ്രമിച്ചെന്നും വരും. യാത്രകൾ സന്തോഷപ്രദമാകും. ഇവരെ സംബന്ധിച്ച് യാത്ര പോകുമ്പോൾ ആ യാത്രകൾ ഇവരെ സംബന്ധിച്ച് സന്തോഷപ്രദമാവുന്ന യാത്രകളായിരിക്കും. പിന്നെ നല്ല നല്ല അവസരങ്ങളും ഇവരെ തേടി വരുന്ന ഒരു വർഷമാണ്. അപ്പൊ സന്തോഷപ്രദമായ സാഹചര്യങ്ങളും അതുകൂടാതെ തന്നെ ബന്ധുജനങ്ങൾ വഴി സഹായങ്ങൾ കിട്ടാനുള്ള അവസരങ്ങളും ഇവർക്ക് വന്നു ചേരും. ബന്ധുജനം വഴി ഇവർക്ക് സഹായം കിട്ടാനായിട്ടും അവസരങ്ങൾ വരുന്നതാണ്. അപ്പൊ മൊത്തത്തിൽ നോക്കുമ്പോൾ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിച്ചാൽ ഇവർക്ക് ഈ വർഷം വലിയ കുഴപ്പമില്ലാത്ത വിധത്തിൽ കാര്യങ്ങൾ നടന്നു പോകുന്ന ഒരു സമയമാണ് മീനക്കൂറുകാരെ സംബന്ധിച്ച് ഈ മലയാള പുതുവർഷത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പൊ ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ഈ വീഡിയോന്റെ കമന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വീഡിയോന്റെ അടിയിൽ ഇടണമെന്ന് വിനയപൂർവ്വം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.